ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ചാടി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ടേസ്റ്റി ആയിട്ട് മഷ്റൂം ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 50 ഗ്രാം അളവിൽ കൊച്ചുള്ളി, അതായത് ചുവന്നുള്ളി 2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കണ്ണാടി പദത്തിലാകുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം നന്നായിട്ട് ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു പിടി അളവിൽ വെളുത്തുള്ളി, ഒരു തുണ്ട് ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ച് അതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം 2ആയിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും പാതിയോളം അത് വെന്തിട്ടുണ്ടാകും. ഇതിനധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് 1-2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു 3 മിനിറ്റോളം ഇതിൽ തന്നെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണമൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒട്ടും നമ്മൾ നോൺ വെജാണ് കഴിക്കാതിരുന്നത് അല്ലെങ്കിൽ വെജാണ് കഴിച്ചത് അന്നൊരു തോന്നൽ നമുക്ക് വരാതിരിക്കും. അത്ര ടേസ്റ്റായിട്ട് ഇത് കിട്ടും. ചെറിയൊരു കപ്പളവിൽ വെള്ളം, നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് ഗ്രേവി പദത്തിൽ നമുക്ക് എടുക്കണം. നിങ്ങൾക്ക് ഒഴിച്ചു കൂട്ടാനാണ് ചോറിൻ്റെ കൂടെയെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് എടുക്കാതെ കറിയായിട്ട് തന്നെ എടുക്കാം, അതും നല്ലതായിരിക്കും. ഇത് നമുക്ക് സൂപ്പറായിട്ട് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചേരുന്ന ഒരു ഡിഷാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. കൂടെ തന്നെ നിങ്ങളുടെ വാല്യൂ ആയിട്ടുള്ള കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്